അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമ്മൾ SM ടോക്കിന്റെ 30 ഡേയ്സ് ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണെന്നുള്ളത്. ഇന്നലെ നമ്മൾ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ചിന്തകളെ ഞാൻ ക്ഷണിക്കുകയാണ് അതിനു വേണ്ടി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഈ ഒരു വലിയ ഈ ഭൂമിയില് നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ച് വെറുതെ ഒന്ന് ഓർത്ത് നോക്കി. എങ്ങനെ ഉണ്ടാവും? ഈ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. എങ്ങനെ വേണമെങ്കിലും പോകാം. എല്ലാ വാഹന സൗകര്യവുമുണ്ട്. എല്ലാ സൗകര്യവും നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും ശരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുക? ശരിക്കും ചിന്തിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭയം തോന്നുല്ലേ? ഒരു ഭീകരമായ അവസ്ഥയായിരിക്കും ല്ലേ? ആരുമില്ല, ഒരു ജീവജാലങ്ങളും ഇല്ല. നമ്മൾ മാത്രമുള്ള ഒരവസ്ഥ. ഭയങ്കര ഭീകരമാണ്. ഒരുപക്ഷെ നമുക്ക് ഒരാഴ്ച പോലും ചിലപ്പം പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യന് പോലും നാളെ ആരെങ്കിലും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. നമുക്കതുപോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരിക്കലും ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ശരിയല്ലേ? അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന് ബന്ധങ്ങൾ ഉണ്ടാവണം. കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. ആരെങ്കിലുമൊക്കെ കാണാൻ വേണം അല്ലെ? ഒരു പാട്ട് പാടിയാല് അത് കേൾക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ആ പാട്ട് കൊണ്ട് കാര്യമുള്ളൂ. ഒരു ചിത്രം വരച്ചാല് അത് കാണാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ആ ചിത്രത്തിന് ഭംഗിയുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടണം, ആരെങ്കിലും ഒന്ന് കാണണം, ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും പറയണം. അപ്പോഴൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? നമുക്ക് ബന്ധങ്ങൾ വളരെ അത്യാവശ്യമാണ്. മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ ആവശ്യമാണ് എന്നത് സത്യമല്ലേ? യെസ്, പൂർണ്ണമായിട്ട് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അത്രയധികം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ? ബന്ധങ്ങൾ മുറിക്കുന്നവൻ വലിയ തെറ്റുകാരനാണെന്ന് പഠിപ്പിക്കുന്ന അതേ പാതയിൽ നമുക്ക് ബന്ധങ്ങൾ ചേർക്കുന്നവന് വലിയ കൂലിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് റബ്ബ്. ശരിയല്ലേ? റബ്ബ് ഭയങ്കരമായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ബന്ധങ്ങളിലൂടെ നമുക്ക് എന്തെല്ലാമാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടില് ഒരു മരണം നടക്കുമ്പോ അല്ലെ? മരണം നടന്ന വീട്ടിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ഒറ്റയ്ക്ക് ആ മരണത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു അവസ്ഥ, നമ്മുടെ ഒരു മാനസിക അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു ഭീകരായിരിക്കും. ഒരിക്കലും നമുക്ക് ആ ഒരു അവസ്ഥയെ മറികടക്കാൻ പോലും കഴിയാതെ ചിലപ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. ശരിയല്ലേ? ഇവിടെ നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ ബന്ധുക്കളായിട്ടുള്ള, നമ്മളെ അറിയുന്ന ഒരുപാട് ആളുകൾ നമ്മളെ വന്ന് സന്ദർശിക്കുന്നു, നമ്മളെ കുറെ സാന്ത്വനിപ്പിക്കുന്നു, ഇനി നമ്മുടെ പുറത്തുനിന്ന് തട്ടുന്നു, തലോടുന്നു. ഒന്നുമില്ല, നമ്മൾ പറയുന്നത് അവരൊന്ന് കേൾക്കുന്നു. ഈ ഒരു സമയത്താണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ശരിയല്ലേ? ആളെല്ലാം ഒഴിയുമ്പം വല്ലാതെ വിഷമത്തിലേക്ക് പോകുന്നതും കാണാറില്ലേ ചിലരെ? അതെ, ആളുകൾ ഉണ്ടാകുമ്പോൾ, ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് നമ്മുടെ വിഷമങ്ങളെ, ആ ബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ ഷെയർ ചെയ്യും എന്നുള്ളതാണ്. എനിക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ അത് എന്റെ മാത്രം വിഷമമാകുമ്പോഴാണ് എന്റെ ഏറ്റവും വലിയ വിഷമം. എന്റെ വിഷമം ഒരുപാട് ആളുകളുടെ വിഷമമാകുമ്പോൾ ആ വിഷമത്തിന്റെ തോത് പോലും കുറയുന്നുണ്ട്. ശരിയല്ലേ? നമുക്കത് വല്ലാത്തൊരു സമാധാനം, സന്തോഷം അല്ലെ? ഒരു വല്ലാത്ത ഒരു സാന്ത്വനം ശരിക്കും നൽകുന്നുണ്ട്. ഷെയർ ചെയ്യാൻ ആളുണ്ടാവണമെന്ന് മനുഷ്യന്റെ ഒരു ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ആവശ്യവും കൂടെയാണ്. ഇനി രണ്ടാമത്തത്, നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സന്തോഷങ്ങളും ഉണ്ടാകുന്നത് അല്ലെ? ഒരു കല്യാണ വീട്ടിൽ ഒരു മണവാളനും പുതുമണവാട്ടിയും ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ഒരു രജിസ്റ്റർ മാരേജ് പോലെയുള്ള അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ഒരു രസവും ഉണ്ടാവില്ല അല്ലെ? എല്ലാവരും ഉണ്ടാവുമ്പോഴാണ് ആ കല്യാണം ഭയങ്കര ആഘോഷമായി മാറുന്നത്. മറ്റൊരു കല്യാണം മാത്രമാണ് കല്യാണ ആഘോഷം. ആളുകൾ കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. ആളുകൾ ഉണ്ടാകണം, ബന്ധങ്ങൾ ഉണ്ടാകണം, ബന്ധുക്കൾ ഉണ്ടാകണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഹബീബായ തങ്ങള് നമ്മളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. റഹ്മാനായ റബ്ബ് ഖുർആനിലൂടെയും ഈ കാര്യങ്ങളെ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടും ഉണ്ട്. ഏതായാലും ഈ റമദാൻ നമുക്ക് ഇത്രയും വലിയ കൂലിയുള്ള വലിയൊരു കാര്യത്തെ തന്നെ ചെയ്തു തുടങ്ങാം അല്ലെ? ഈ റമദാനില് നമ്മളൊന്ന് ഓർക്കുക, നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ നേരത്തെ നിങ്ങളുമായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ടിരുന്ന ചില വ്യക്തികളില്ലേ? എന്നാൽ ഇന്ന് അവരെ നമുക്ക് തിരക്ക് കൊണ്ടും മറ്റും പോയിട്ട് ടച്ച് ചെയ്യാൻ കഴിയാത്ത ചില ആളുകൾ ഉണ്ട്. ചില ആളുകൾ നേരത്തെ നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് എന്തൊക്കെയോ തിരക്കുകൾ കാരണം നേരത്തെ പോലെ അവരെ പോയിട്ട് ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ പല തിരക്കിലുമാണ്, പല പ്രശ്നങ്ങളിലുമാണ്, പല പ്രതിസന്ധിയിലുമാണ്, പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നവരാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു 3 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഒരു 3 പേരെ സെലക്ട് ചെയ്താൽ മതി. വെറും 3 പേര്. ഈ 3 പേരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്,
ഒന്നുകിൽ അവർക്കൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഒരു മെസ്സേജ് ചെയ്യാം, ബേസ് മെസ്സേജ് എങ്കിലും ചെയ്യാം. ഇനി അഥവാ മെസ്സേജ് ചെയ്യാനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കോൾ ചെയ്യുക. അതല്ല, നിങ്ങൾക്ക് അവരെ ഒന്ന് നേരിട്ട് കാണാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അവരെ എന്ത് ചെയ്യുക, നേരിട്ട് പോയിട്ട് അവരെ ഒന്ന് കാണുക. ഒന്ന് നോക്കണേ, നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇനി നേരിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കോൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് കോൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുകയെങ്കിലും ചെയ്യാം. എന്നിട്ട് അവരോട് നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ചില സന്തോഷ കാര്യങ്ങളെയൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക. ശരിക്കും അവരുടെ ഹൃദയങ്ങളും നിങ്ങളുടെ ഒരു വാക്കിന്, നിങ്ങളുടെ ഒരു വോയിസിനെ കാത്തിരിക്കുന്നുണ്ടാവും. ശരിക്കും കാത്തിരിക്കുന്നുണ്ടാവും. അതിന് നിങ്ങളൊന്ന് പോയിട്ട് ടച്ച് ചെയ്യുക. അവരുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ വലിയൊരു കൂലി, പ്രത്യേകിച്ചും ഈ റമദാനിൽ ബന്ധങ്ങൾ ചേർത്തതിന്റെ കൂലി റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ കൽബില് നല്ല നിയ്യത്തോടുകൂടെ ഉറപ്പിച്ച് ചെയ്യാം. 3 പേരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, 3-ലധികം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഏതൊക്കെ ആളുകളാണ് അങ്ങനെ നിങ്ങൾ നേരത്തെ നല്ല ബന്ധം ഉണ്ടായിരുന്ന, ഇപ്പം ബന്ധം ഇല്ലാത്ത ആളുകൾ ഉള്ളത് ഒന്ന് കമന്റ് ചെയ്യണം എല്ലാവരും. റെഡി അല്ലേ? ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേ. നേരത്തെ നല്ല ബന്ധം ഉണ്ടായിരുന്ന, എന്നാൽ ഇപ്പം അത്ര ബന്ധമില്ലാത്ത ഒരു 3 പേരെ. സെറ്റ് അല്ലേ? നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും കൂടെ കമന്റ് ചെയ്യൂലേ? ഇനി ചെയ്തു കഴിഞ്ഞാൽ ഇതേ വീഡിയോ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതിന്റെ കമന്റ് ബോക്സിൽ രാത്രി നിങ്ങൾ കിടക്കാൻ നേരം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ ചെയ്തു, അവർക്ക് സന്തോഷമായോ, എന്ത് പറഞ്ഞു എന്നുള്ളത്. അവരെ നിങ്ങൾക്ക് ഈ SM ടോക്കിന്റെ 30 ഡേയ്സ് ചലഞ്ചിലേക്ക് ക്ഷണിക്കുകയും കൂടെ ചെയ്യാം. അവരുടെ ഹൃദയവും അവരുടെ ജീവിതവും കൂടുതലും സന്തോഷമാവട്ടെ. അവരുടെ റമദാനും കൂടുതൽ മെച്ചപ്പെട്ട റമദാനായിട്ട് മാറട്ടെ. നമുക്ക് അതിനൊരു കാരണമാകാം. റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. ഈ റമദാൻ കൊണ്ട് വിജയിപ്പിച്ച മനുഷ്യരിൽ റബ്ബ് നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താങ്ക് യു. ടാറ്റാ ബൈ ബൈ.